മച്ചാമാരി ഇന്നാട്ടെ നമ്മൾ പുതിയങ്ങാടി നേർച്ചയുടെ ഡേ 3 ലാസ്റ്റ് പരിപാടി ഇന്നാണ്. നമ്മളിപ്പോൾ തിരൂർ വന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ പുതിയങ്ങാടിക്ക് പോകേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, നമുക്കിപ്പോൾ അവിടെ മറ്റേ യാർത്തിൻ്റെ അപ്പോൾ മച്ചാമാരി നമ്മളിപ്പോൾ ഏകദേശം യാർത്തിൻ്റെ അവിടെ തരുന്നുണ്ട് കേട്ടോ. ഇവിടെ അങ്ങോട്ട് 600 മീറ്ററേ ഉള്ളൂ. ഇവിടെ നോക്കണമെങ്കിൽ കുറേ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ മച്ചാമാരി നമ്മൾ യാർത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പരിപാടിയും കാര്യങ്ങളും ഇപ്പോൾ ഇല്ലയെന്ന് തോന്നുന്നത്. പരിപാടിയും കാര്യങ്ങളും കാണില്ല, ഫുള്ള് ബ്ലോക്കായി കിടക്കും അപ്പോൾ ഇവിടെ. അപ്പോൾ എല്ലാ മച്ചാന്മാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് പരിഗണിക്കുക. ലൈക്കും പറ്റുകയാണെങ്കിൽ ചെയ്യുക. ഓക്കെ മച്ചാന്മാർ, ഇവിടെ രാവിലെ പരിപാടി ഒന്നുമില്ല ഇത്ര കേട്ടോ. അവിടെ ഒരു ആന വരുന്നുണ്ട്. ഫുള്ള് പരിപാടി വൈകിട്ടാന്നാണ് പറഞ്ഞത്. അക്കരമേൽ പ്രസാദാണെന്ന് തോന്നുന്നു. പ്രസാദ് എന്ന് കാണുന്നുണ്ട്. അത് അക്കരമേൽ പ്രസാദാണ് കേട്ടോ. കുറേ ടീംസൊക്കെ കണ്ട് പോകുന്നുണ്ട് കേട്ടോ. മച്ചാന്മാരെ നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. ഇനി ഇവിടുന്ന് ശേഷം 300 മീറ്ററും കൂടി ഉണ്ട്. അവിടെ കാവേരി എത്തിക്കഥ കേട്ടോ. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. എല്ലാവരും ലൈക്കും ചെയ്യുക. ലൈക്ക് ചെയ്യണ കാര്യം മറക്കല്ലേ. ഓക്കെ, അങ്ങനത്തെ മച്ചാന്മാരെ നമ്മൾ നടന്നതാ ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കടയക്കച്ചാലി ഗണേശ് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ കാവേരി കുട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനത്തെ മച്ചാന്മാരെ നമ്മൾ ഇവിടുന്ന് നേരെ ഇറങ്ങട്ടോ. ഇവിടെ നേരെ പോയിട്ട് വേറെ 1-2 ആനകളും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കട്ടെ. അങ്ങനത്തെ മച്ചാന്മാരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ വേറെ ഒരു ടീമിൽ പോത്തന്നൂർ ഭാഗത്ത് ഏതൊരു ടീമുണ്ട് പറഞ്ഞിട്ടാ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. കറക്റ്റ് ലൊക്കേഷൻ ആയിട്ടില്ല, നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, ഇപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ വരുമ്പോൾ അതാ നമ്മളെ ഗണേശൻ ഉണ്ടല്ലോ, ഗണേശൻ്റെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കാവേരിൻ്റെ വണ്ടി എവിടെ നല്ല കാവേരി വണ്ടി നമ്മൾ കണ്ടില്ല. ഗണേശൻ്റെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് മറ്റേ ടീമിൻ്റെ അടുത്ത് പോയി നോക്കാം. നമ്മളിതെങ്ങനെ വഴി അറിയാതെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിനി ഇങ്ങനെ പോത്തന്നൂർക്ക് എത്തണം. അവിടെയാണ് ടീമുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നമ്മുടെ അങ്കവിളക്ക് വിഷ്ണുനാരായണൻ്റെ വണ്ടിയായിട്ട് പോണത്. അതിനാണ് തോന്നുന്നത്. ഒന്നല്ലെങ്കിൽ അങ്കവിളക്ക് വിഷ്ണുനാരായണൻ, അല്ലെങ്കിൽ പാമ്പാടി രാജൻ. പാമ്പാടി രാജനാവില്ല, അങ്കവിളക്ക് വിഷ്ണുനാരായണൻ്റെ വണ്ടിയാണ് കേട്ടോ. കണ്ടിട്ട് കാണാൻ തോന്നിയത്. അങ്ങനത്തെ മച്ചാന്മാരെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ പോത്തന്നൂർ എത്തിയിട്ട് കേട്ടോ. ഇവിടെയാണ് പരിപാടി എന്നാണ് തോന്നുന്നത്. എന്താട്ടാ മച്ചാന്മാരെ, നമ്മുടെ അങ്കവിളക്ക വിഷ്ണുനാരായണനും പിന്നെ 1-2 ആളുകൾ വേറെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ വേറെ ആനെ കുളിപ്പിക്കുന്നുണ്ട്. ഇല്ല, നമ്മുടെ മാമ്പിയാശനും അതേപോലെ തന്നെ വിഷ്ണുനാരായണനും ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും പരിപൂർണമായി സഹകരിക്കുക. അങ്കവിളക്ക് വിഷ്ണുനാരായണൻ, അതേപോലെ അമ്പാടി ബാലൻ, ഇട്ടിത്താനും വിഷ്ണുനാരായണൻ 3 ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ നമ്മളെ അങ്കവിളക്ക് വിഷ്ണുനാരായൺ ഇതാട്ടെ. നമ്മളെ അങ്കവിളക്ക് വിഷ്ണുനാരായൺ, ഇത് മറ്റേ ഇട്ടിത്താനം വിഷ്ണുനാരായൺ, അത് ആമ്പാടി ബാലൻ. നമ്മുടെ അങ്കവിളക്ക് വിഷ്ണുനാരായൺ, പിന്നെ ആമ്പാടി ബാലനും ഇട്ടിത്താനം വിഷ്ണുനാരായണൻ, ഈ 3 ആളാണ് ഇതാ കുളിച്ചൊരുങ്ങി നിൽക്കട്ടെ നമ്മളെ പരിപാടിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്.
അപ്പോൾ മച്ചാന്മാരെ ഇത്രയിലോട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ട്രെയിൻ ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൊക്കെ ഒന്ന് ആളിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്ന തരാം. ഓക്കെ, ബൈ.